അപ്പോൾ ഇന്നത്തെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ചെയ്തിട്ടുള്ള സ്കിന്നാണ്. റിസൾട്ട് ഈസ് ദിസ്. കണ്ടില്ലേ, സോ നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ ഈ ഒരു സ്കിന്ന് എനിക്ക് എങ്ങനെ ഇന്ന് കിട്ടിയെന്ന് കാണണമെങ്കിൽ ഗോ ആൻഡ് ചെക്ക് മൈ വീഡിയോ. ഇല്ലേ, ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടില്ലേ ഇന്ന്? ദാറ്റ്സ് ദ മാജിക്. അപ്പോൾ ഗോ ആൻഡ് ചെക്ക്. ഇന്ന് ഞാൻ ഏത് സ്ക്രബാണ് യൂസ് ചെയ്തേക്കണേ? ഗോ ആൻഡ് ചെക്ക്. ഓക്കെ, വീഡിയോ കാണും പോയിട്ട്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഷുഗർ സ്ക്രബാണ്. എല്ലാവർക്കും അറിയാം ഷുഗർ സ്ക്രബ് നല്ലതാണ് ഫേസിന്. പക്ഷേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യണം. സാധാരണ ആൾക്കാർ ഷുഗർ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഷുഗർ എടുക്കുക, സാധനത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുക, പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റബ്ബ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ബാരിയർ നാശമാവും കേട്ടോ. പിന്നെ സ്കിന്നിൽ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, സ്കിൻ ഇറിറ്റേറ്റ് ആവും, വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ 2 നേരമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിലാണ്. ഞാൻ ഇവിടെ കട്ട തൈരാണ്. എനിക്ക് പുളിച്ച തൈര് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ഫ്രഷ് പാക്കറ്റ് തൈര് മേടിച്ചിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യണം. ബാക്കിയുള്ളത് നിങ്ങൾ കാണും. ആസ് യൂഷ്വൽ നമ്മൾ കോജി ആസിഡ് സോപ്പ് വെച്ചിട്ട് മുഖം കഴുകണം കേട്ടോ. ഇന്ന് ഞാൻ ഷുഗർ സ്ക്രബാണ് യൂസ് ചെയ്യണം. ആദ്യം നമുക്ക് ഫേസ് കോജി ആസിഡ് സോപ്പ് വെച്ചിട്ട് നല്ലോണം പതപ്പിക്കുക. എല്ലാ മേക്കപ്പും പോണം. ഓക്കെ, ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോണ. ആസ് യൂഷ്വൽ ഫേസ് വെരി ക്ലീൻ ആയിട്ട്. ഷുഗർ ഇട്ടിട്ടുണ്ട്, ഷുഗർ പൊടിച്ചത്. അതിൽ ഞാൻ തൈര് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാം. ഷുഗറിൻ്റെ തരി ഉണ്ടാവും, അതിൻ്റെ കൂടെ തൈരും കൂടിയിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും. അപ്പോൾ ഇതൊക്കെ DIYs ആയിട്ടോ, നമ്മൾ വീട്ടിൽ ഈസിലി ചെയ്യാൻ പറ്റാവുന്ന അതാണ്. തൈരും നല്ലതാണ് ഫേസിന്, പഞ്ചസാര രണ്ടും നല്ലതാണ്. ഓക്കെ, നല്ലോണം മസാജ് ചെയ്യുക. പുളിപ്പുള്ള തൈരൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. കണ്ണിന്റെ താഴെ പതുക്കെ ആസ് യൂഷ്വൽ. വീഡിയോ നടുവെന്ന് കണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണു, ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് തൈര്, പൊടിച്ച പഞ്ചസാര. ഞാൻ ഇത്തിരി നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. ബിക്കോസ് അധികം നൈസല്ല, ഒരു വിധം നൈസാക്കിയിട്ട് പൊടിച്ചിട്ടുണ്ട്. ബിക്കോസ് അധികം ഗ്രാനുവൽസ് ഉള്ളത് വെച്ചിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്താൽ ഫേസിൽ പാട് വീഴും. ഓക്കെ, ഇതൊക്കെ കണ്ണിൻ്റെ താഴെ ഈ ഭാഗത്ത് ഈ ഒരു തരിത്തരിപ്പ പാടുള്ളൂ കേട്ടോ. അതേ കയ്യിൽ കാണുന്ന തരിത്തരിപ്പില്ലേ, ആ ഒരു തരിത്തരിപ്പില് ഷുഗർ അരച്ചാൽ മതി. ബിക്കോസ് അധികം ഷുഗറിൻ്റെ ഗ്രാനുവൽസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഫേസിൽ വെറുതെ നമ്മൾ ഫ്രിക്ഷൻ കൊണ്ട് പാട് വരുത്തിപ്പിക്കും. ആൾക്കാർ പറയും ഫേസിൽ ഷുഗർ സ്ക്രബ് ചെയ്യാനൊക്കെ, പക്ഷെ അതിൻ്റെ ഗ്രാനുവൽസ് നമുക്ക് ദോഷ ചെയ്യുള്ളൂ കേട്ടോ. നല്ലോണം ഹാർഷ് ഗ്രാനുവൽസ് വെച്ചിട്ടൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഫേസിന്. സ്ക്രബ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്യണത് നൈസ് ഗ്രാനുവൽസ് ആയ കാരണം ഞാൻ ഇങ്ങനെ കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ചെയ്യണേ. നിങ്ങളത്ര പ്രഷർ കൊടുക്കണ്ടിട്ട് വലിയ ഗ്രാനുവൽസ് ഒക്കെ വെച്ച് മുഖത്തിറക്കില്ലേ. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും ചെയ്യാവുന്നതുള്ളൂ.
സെക്കൻഡ് ട്രിപ്പ് വേണമെങ്കിൽ വീണ്ടും ചെയ്യാട്ടോ. സെക്കൻഡ് ട്രിപ്പ് ഒന്നുകൂടി ഞാനൊന്ന് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് വിടും കേട്ടോ. അര അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും മിനിമം വിടും കേട്ടോ. എന്നാ ഷുഗർ ആക്റ്റീവ് ആവാനും തൈര് ബ്ലീച്ച് ചെയ്യാനൊക്കെ. ഓക്കെ, നിങ്ങൾ കുളിക്കണേക്കാട്ട് മുമ്പ് ഇത് ചെയ്താൽ മതി. അപ്പോൾ കുളിക്കണേക്കാട്ട് മുമ്പ് നിങ്ങൾ എണ്ണ തേച്ച് ഒക്കെ ഇരിക്കില്ലേ, അതുപോലെ കുളിക്കണേക്കാട്ട് മുമ്പൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ കുളിക്കണേൻ്റെ ഒപ്പം മുഖം കഴുകി എടുക്കാം കേട്ടോ. ഈ ഡാർക്ക് ഏരിയയിലും ഡാർക്ക്നെസ് ഉള്ള ഏരിയയിൽ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആവും ഫേസ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അധികം നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊന്നും മേടിക്കണ്ട. ജസ്റ്റ് വീട്ടിൽ അവൈലബിൾ ആണ് ഈ സാധനങ്ങളൊക്കെ. അധികം ഷോപ്പിൽ പോയിട്ടൊന്നും മേടിക്കണ്ട. നീ കുളിച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്തൊരു ക്ലീൻ ഇപ്പോഴേ ആയി കേട്ടോ. പേടിക്കണ്ട കേട്ടോ. ഇത് കണ്ടിട്ട് പേടിക്കണ്ട. സോറി കേട്ടോ, ഇത് കണ്ടിട്ട് പേടിക്കണ്ട. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിലുണ്ടാക്കിയ ബാദാമിന്റെ അത് ഞാൻ കുളി കഴിഞ്ഞിട്ട് ഫേസ് നോക്കൂ, എത്ര വൃത്തിയായി, നല്ല വൃത്തിയായില്ലേ. ഞാൻ ആ ഷുഗർ പാക്ക് കൊണ്ട് ചെയ്തിട്ട് മേല് കഴുകി പിന്നെ ഈ ഐബ്രോസിൽ ഈ ഒരു ബാദാം പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ടാ. ഇനി ഞാൻ വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ മുമ്പിലാണ് വൈപ്പ് ചെയ്ത് കാണിക്കണേ, കണ്ടില്ലേ? ഇവിടെയും വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. എത്ര ഡാർക്ക് ഐബ്രോസ് ആയി. 30 മിനിറ്റ്സ് നിങ്ങൾ വെക്കണം കേട്ടോ. അപ്പൊ നല്ലോണം പിടിക്കും. പിന്നെ എക്സ്ട്രാ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ തുണിയിൽ പൊക്കോളൂ. നാച്ചുറലി ടിൻറ്റ് കണ്ടില്ലേ, ഇതാണ് സീക്രട്ട്. നിങ്ങൾ എന്തായാലും ഇത് വേറെ ആരും പറഞ്ഞു തരില്ല കേട്ടോ. ഇത് നല്ലൊരു സീക്രട്ട് ആണ്. വെറുതെ ഐബ്രോസിന്റെ ടിൻറ്റ് ചെയ്യാൻ പോവണ്ട നിങ്ങൾ. മൈക്രോ ബ്ലേഡിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഹെയർ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഐബ്രോസിൽ നിങ്ങൾക്ക് ഈ ഒരു ബാദാം പിഗ്മെന്റേഷൻ യൂസ് ചെയ്യുക കേട്ടോ. വീട്ടിലുണ്ടാക്കിയത്. ഇതിന്റെ വീഡിയോ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പോയി ചെക്ക് ചെയ്താൽ മതി, ലോങ് വീഡിയോ. അതിൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ആണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. പിന്നെ ഇത് ഞാൻ കുട്ടി ടിപ്സ് ആണ്. ഇനി വേറെ വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ മെഷീൻസ് ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ തൽക്കാലം ചെറിയ DIYs ആണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയണമെന്നല്ലോ. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇതിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ആസ് യൂഷ്വൽ ഞാനൊരു ലിപ്സ്റ്റിക്കുകൾ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓംബ്രെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോംബോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിൽ എനിക്ക് ജീവിതമില്ല. ഈ ഒരു കോംബോ ഞാൻ ഓൾറെഡി റീലിട്ടിട്ടുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന കോംബോന്റെ റീലിട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ 2 ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം. പോയി ചെക്ക് ചെയ്തു. ഷോർട്സിലിട്ടാണ് കേട്ടോ. ഐബ്രോസ് ബെസ്റ്റ് ആയിക്കണേ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ കോജി സോപ്പും പിന്നെ തൈരും പഞ്ചസാര പൊടിച്ചതും സ്ക്രബ് ചെയ്തെടുത്തിട്ടുള്ള ഫേസ് നീറ്റ് ആൻഡ് ക്ലീൻ. കുളി കഴിഞ്ഞു. ഇനി ഞാൻ മോയ്സ്ചറൈസർ ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് പോൺസ്. ഓക്കെ, പോൺസ് അല്ലെങ്കിൽ വാസ്ലിൻ. 10 പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. എല്ലാ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറയാറുണ്ട്. നമുക്ക് പോൺസ് ഇഷ്ടമാണ്, പോൺസിന്റെ മണം ഇഷ്ടമാണ്. ആൻഡ് നല്ല നീറ്റ്നെസ്, നല്ല മോയ്സ്ചറൈസറും
വാസലിൻ. അപ്പോൾ വാസലിൻ ഞാൻ കൂടുതൽ ഇനി വിന്റർ തുടങ്ങുമ്പോൾ കൂടുതൽ വാസലിൻ ആയിരിക്കും യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഐബ്രോസിനും വാസലിനൊക്കെ പറ്റാം. ഇനി ഈ ഒരു ടൂൾ എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ റീൽസിൽ കാണിച്ചിട്ടുണ്ട്. ജോ ലൈനും അതിലൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഒരു ദിവസത്തോണ്ടൊന്നും സെറ്റ് ആവില്ല കേട്ടോ, ഡെയിലി ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് നെറ്റി ഇപ്പൊ വലുതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടോ, ഇങ്ങനെ ചെയ്യാം. എന്റെ നെറ്റി ഇങ്ങനെ ചെയ്യുമ്പോ അതിൽ ഒതുങ്ങില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. ബേസിക്കലി ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണോ, പിന്നെ അവിടുത്തെ മസിൽ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണോ. ലൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യാം. ഞാൻ ജോ പാർട്ടില് ഇത്തിരി ഹെവി ഹാൻഡ് കൊണ്ടാ ചെയ്യുക കേട്ടോ, ഇത്തിരി പ്രഷർ കൂട്ടിട്ടോ. ഈ ചീക്സിന്റെ അവിടെ ഓക്കെ. ഞാൻ ഇത് ജോലൈൻ ഉണ്ടാക്കാൻ രാത്രി അറ്റ്ലീസ്റ്റ് ഒരു 100 ടൈംസ് ചെയ്യൂട്ടാ. നിങ്ങൾ അത്ര ടൈംസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ജോലൈൻ ഒന്ന് ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എക്സ്പേർട്ട് ആയാൽ നിങ്ങൾക്ക് രാത്രി ഇങ്ങനെ 100 ടൈംസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ 100 ടൈംസ് ചെയ്തില്ലേ ഈ വീഡിയോയിൽ മുമ്പേ ആവും കേട്ടോ. പിന്നെ ഇവിടെ അതെ ഒരു 20 ടൈംസ് ആണ് ഞാനിപ്പോ എല്ലാ പാർട്ടിലും ചെയ്യണേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിൻ ഏരിയയിലും ചീക്സിലും അങ്ങനെ എന്റെ നൈറ്റ് കെയർ ഇന്നത്തെ ഇത്ര ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പോൺസ് ഒന്ന് സെറം ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സെറംസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ സ്കിന്നിന് യൂസ്ഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ മോയ്സ്ചറൈസറിന്റെ കൂടെ ആഡപ്പ് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ഓൾറെഡി സ്ക്രബ് ചെയ്ത് ഷുഗർ വെച്ചിട്ട് സ്ക്രബ് ചെയ്തു. അപ്പോൾ സെറം ഇനി ചെയ്യണില്ല, ബിക്കോസ് ഹാർഷാവും സ്കിന്നിന്. ജസ്റ്റ് ഈ ഇതാണ്, ബാക്കിയുള്ളത് കയ്യില്. ഫേസിന്റെ ഗ്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫേസിന്റെ ഗ്ലോ ഇന്നത്തെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ കെയർ ചെയ്യുക. ഓക്കെ, ഫേസ് ഷുഗർ സ്ക്രബ് വെച്ചിട്ട്, ഷുഗർ ആൻഡ് തൈര് വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്ത്, പിന്നെ കോജി സോപ്പ് കൊണ്ട് കുളിക്കുമ്പോൾ ഒന്നുകൂടിയും വാഷ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫേസ് മസാജർ വെച്ചിട്ട് ഒരു ടൂള് വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് മസാജ് ചെയ്തു. പിന്നെയും വീണ്ടും പോൺസ് ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്തു. അതെ, റോ ഫേസ് ആണ് കേട്ടോ, പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണാം. ഓക്കെ, അപ്പൊ അടുത്ത
ടിപ്പായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, അടുത്ത ടിപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ.